ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊട്ടുകുറ്റി ഇല്ലാതെ എങ്ങനെ കുറ്റിപ്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ വാഴയിലയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വാഴയില നല്ല ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട്. വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വാഴയില ക്ലീൻ ചെയ്യുക. അതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ വാഴയില. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് ചിരകിയെടുക്കാം. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നമ്മുടെ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതവിടെ ഒരു അരമുറി തേങ്ങ മുഴുവനായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരിപ്പുട്ടല്ല, റവപ്പൊട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് മേടിച്ചിരുന്നത്. എന്നാൽ ഈ നെയ്യിൽ ഒന്നുകൂടെ വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ നെയ്യിലേക്ക് നമുക്ക് ഈ റോസ്റ്റഡ് റവ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് റവയുണ്ട്. ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ്, പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മുടെ പുട്ടിന് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിരക്കിയെടുത്തിട്ടുള്ള തേങ്ങയുടെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം. തേങ്ങ പകുതിയും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ പുട്ട് സാധാരണ അരിപ്പുട്ടിന് നനയ്ക്കില്ലേ അതേ പരുവത്തിൽ നനച്ചെടുക്കാം. ഞാനിവിടെ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ പാകത്തിന് ഉപ്പ് കലക്കും. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നത്. അപ്പോൾ നമ്മളുടെ പുട്ടിന് കറക്റ്റ് ഉപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഉപ്പ് കൂടുകയോ കുറയോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല. ഇനി നമുക്കിത് നന്നായിട്ട് നനച്ചെടുക്കാം. ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന വാഴയില ഇതേ വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കാം. അതിനുശേഷം ഒരു ഈർക്കിളി ഉപയോഗിച്ചിട്ട്, ഈർക്കിളി ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ടൂത്ത് പിക്കർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ അപ്പോൾ ഈർക്കിളി തുമ്പൊന്ന് ഷാർപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു പുട്ടുകുറ്റീൻ്റെ ഷേപ്പിൽ അത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഞാൻ ഇതുപോലെ ആവി കയറ്റുന്ന ഒരു പാത്രത്തിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് താഴെയുള്ള തട്ടിൽ വെള്ളവും മേലെയുള്ള തട്ടിനകത്ത് ഇതേപോലെ വാഴയില വെച്ച് കൊടുക്കാം. അതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന വാഴയില എല്ലാം ചെയ്തെടുക്കുക. ഇങ്ങനത്തെ കുറ്റി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് പുട്ട് നിറച്ച് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലൊക്കെയാണ് വാഴയിലയിൽ നമ്മൾ പൊതിച്ചോറൊക്കെ കഴിക്കുന്ന പോലെ അതേപോലെയാണ് ഈ പുട്ട് ഇതിനകത്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി നനച്ച് വെച്ചിരുന്ന പുട്ടുണ്ടല്ലോ, ആ പുട്ടിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ നനച്ചതിന് ശേഷം വേണം ആ വാഴയിലയുടെ അതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. കാരണം റവ ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഡ്രൈ ആവും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഒന്നുകൂടെ ഒന്ന് നനച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വാഴയിലയുടെ ആ ഒരു കുറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇടുക, കുറച്ച് പുട്ടിൻ്റെ ഇതിടുക. അങ്ങനെ സാധാരണ നമ്മൾ കുറ്റിയിൽ എങ്ങനെയാണോ നിറയ്ക്കുന്നത് അതേപോലെ ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. റവപ്പുട്ട് കുറച്ച് അരിപ്പുട്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു ഹാർഡായിരിക്കും. അപ്പം നമുക്ക് തേങ്ങ ഒരുപാട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എനിക്ക് പേഴ്സണലി അരിപ്പുട്ടിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് റവപ്പുട്ടിനാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വെള്ളമുള്ള പാത്രം ഇടയിൽ വെച്ചിട്ട് പാനിൽ സ്റ്റീം ചെയ്യേണ്ട പാത്രം വയ്ക്കുക, കവർ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്താൽ നമ്മുടെ പുട്ട് റെഡി ആവും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് സ്റ്റീമൊക്കെ വന്ന് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിത് എടുക്കാം, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പുട്ടുകുറ്റിയൊന്നും ഇല്ലാതെ നല്ല വാഴയിലയിലുള്ള കുറ്റിപ്പുട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.